ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് അസിറിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. സുബൈക്ക് ഒരു 9:30 മണിയാവോളം എഴുന്നേൽക്കും. എഴുന്നേറ്റ പാടന്നെ ഓള് കുറച്ച് നേരം ബെഡിൽ അങ്ങും ഇങ്ങും തിരഞ്ഞിട്ടെല്ലാം ആയിട്ട് ഒരു ഗ്ലാസ് തണ്ണി എപ്പോഴൊക്കെ ഞാൻ കൊടുക്കും എഴുന്നേറ്റ പാടന്നെ. അപ്പോൾ തണ്ണിയെല്ലാം കുടിച്ചിട്ടായിട്ടുണ്ടല്ലേ നേരെ ബ്രഷാക്കാൻ പോയി. ബ്രഷാക്കാൻ റെഡി ആവുന്ന മുന്നേ ക്യാമറയെല്ലാം നോക്കിയിട്ട് ടാറ്റെല്ലാം ആക്കിയാവും. എന്നിട്ട് ഞങ്ങൾ ബ്രഷാക്കിയിട്ടെല്ലാം വന്ന് ഞങ്ങൾ ജസ്റ്റ് മേലെല്ലാം കഴുകിയിട്ട് വന്നാവും. എന്നിട്ട് ഞാൻ നോക്ക് ജോൺസൻ്റെ പൗഡർ, ഹിമാലയൻ്റെ കാജൽ, പാമ്പേഴ്സെല്ലാം ഇട്ടിട്ട് റെഡി ആക്കിയിട്ടായിട്ട് ഫോണിൻ്റെ നേരെ ഓളർത്തൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ കുറച്ച് വന്നപ്പോൾ ഫോണിങ്ങനെ തട്ടിമറിച്ച്. ഓക്കെ, എന്നിട്ട് ഓക്ക് ഇന്ന് ഡ്രസ്സ് ഇടാൻ വേണ്ട ചിലട്ട് ഓൾ എന്നെ സെലക്ട് ആക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്നിട്ട് ഓക്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ടായിട്ട് ഞാനെപ്പോഴും തലേക്ക് ഒലീവ് ഓയിലിട്ട് കൊടുക്കും. അപ്പോൾ തലേക്ക് ഓയിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഓൾ ടി വിയിൽ ഒരു പാട്ടും വെച്ച് കൊടുത്തിട്ട് ഞാനോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോയി. ഓക്ക് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എഗ്ഗാവുള്ളൂ, അപ്പം എന്ത് തിന്നലില്ല സുബൈക്ക്. അപ്പോൾ ടി വി നോക്കിയിട്ടാണ് ഓൾ എപ്പോഴും എഗ്ഗ് തിന്നൽ. പിന്നെ ഓളെ പ്ലേ ടൈമാണ്. ഓക്ക് ബുക്കും ഒരു പെണ്ണും കൊടുത്തെങ്കിൽ ഓൾ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓളത്തെ കളിച്ച് ഞാൻ അതിലൊരു ക്യാറ്റെല്ലാം വലിച്ച് കൊടുത്തിട്ട് അതിനെ ക്യാറ്റ് നല്ല പഠിപ്പിച്ചിട്ടെല്ലാം കൊടുത്ത്. എന്നിട്ട് ഓൾ കുറേ നേരം ഓൾ തന്നെ ആയിട്ടുള്ള എന്തെല്ലോ ഭാഷയിൽ എന്തെല്ലോ എഴുതി കൊണ്ടെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടമാവും. അവളിങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഓക്കെ എഴുതിയിട്ട് മടുത്തിട്ടാകുമ്പോൾ ഓളെ കസിൻ സിസ്റ്റർ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോള് കളിക്കാൻ വന്നു. ഓളൊക്കെ കളിച്ചിട്ട് എന്തില്ലാവും കാലി പെണ്ണുങ്ങളൊക്കെ. എന്നിട്ട് ഓളെ സെക്കൻഡ് നാപ്പിലുള്ള ടൈമായി. അപ്പോൾ ഓളെ ഉറക്കിയിട്ട് ഞാൻ നേരെ പുറത്തൊക്കെ വരുമ്പോൾ ഒരു കാഴ്ച കണ്ട്. കാഴ്ച എന്തെന്നറിയണം, പാർട്ട് 2 കാണും.